നമസ്കാരം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്ത സ്ഥലത്തെത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രദേശത്തെ തൊഴിലാളികളുമായി അദ്ദേഹം സംസാരിച്ചു. ദുരന്ത സ്ഥലം കണ്ടു വിശദമായി പരിശോധിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരായ എ.പി. അനിൽകുമാറും ടി സിദ്ദിഖും പ്രാദേശിക നേതാക്കളും ജില്ലാ ഭരണകൂട അധികൃതരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സംഭവസ്ഥലത്തെത്തിയത്. എന്തായാലും ദുരന്ത സ്ഥലം സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്ന ഇടത്തേക്കും പോയി ആളുകളോട് അദ്ദേഹം നേരിട്ട് സംവദിക്കുകയാണ്. എന്തായാലും സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചു എന്നതിനുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ആശ്വാസ സഹായം നൽകുമെന്നും വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. സാങ്കേതിക നിയമ പരിശോധനയും നടത്തും. പാരിസ്ഥിതിക അനുമതി ലഭിച്ച വേളയിൽ കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിച്ചാണോ കരാർ കമ്പനി പണി നടത്തി എന്നതിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ 2 അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളി അൻമോൾ റായ്, ബീഹാർ സ്വദേശിയായ സിവിൽ ഫോമാൻ ബികാഷ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശിയായ ഓപ്പറേറ്റർ ചന്ദ്രപാൻ പാൽ എന്നിവരാണ് മരിച്ചത്. 9 പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി രാവിലെ മുതൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ രാത്രിയോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എയർലിഫ്റ്റ് വഴി മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലെത്തിക്കും. കാണാതായവർക്കായി ഇന്ന് രാവിലെ മുതൽ ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ്. കാണാതായവർക്കായി ഊർജിതമായ തെരച്ചിൽ നടത്തുക എന്നതിനാണ് നിലവിൽ പ്രഥമ പരിഗണനയെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. രക്ഷാദൗത്യം സുഗമമാക്കുന്നതിനായി ദുരന്തബാധിത പ്രദേശത്തെ പ്രധാനമായി 4 സെക്ടറുകളായി തിരിച്ചു. NDRF, RRF, ഫയർഫോഴ്സ്, ലോക്കൽ പോലീസ് എന്നിവരടങ്ങുന്ന 500-ലധികം വരുന്ന വിപുലമായ സംഘമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഓരോ സോണിലും പ്രത്യേക സംഘങ്ങളെ വിന്യസിച്ചുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശീലനം സിദ്ധിച്ച കടാവർ ഡോഗുകളുടെ സേവനവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണവും NDRF സംഘം നടത്തുന്നു. കനത്ത മഴയും കോടമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇന്നലെ പുലർച്ചെ വരെ നീണ്ട ദൗത്യം ഇന്ന് രാവിലെ 6:30യോടെയാണ് പുനരാരംഭിച്ചത്. പ്രതികൂല സാഹചര്യമാണെങ്കിലും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ ദൗത്യം തുടരുകയാണ്. കാണാതായ 5 പേരും കരാർ കമ്പനിയിലെ ജീവനക്കാരാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവരുടെ താമസ സ്ഥലങ്ങൾ ഉരുൾപൊട്ടലിൽ തകർന്നു പോയിട്ടുണ്ട്. തൊഴിലാളികൾ താമസിച്ചിരുന്ന കണ്ടെയ്നറുകൾ മണ്ണിടിച്ചിലിൽ സ്ഥാനം തെറ്റിയ നിലയിലായെങ്കിലും അവ മണ്ണിൽ പൂർണ്ണമായും പെട്ടിട്ടില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും താമസ സ്ഥലത്തോ പരിസരത്തോ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. നിലവിൽ പുറത്തുനിന്നുള്ള കൂടുതൽ സന്നദ്ധ സംഘങ്ങളുടെ സഹായം ആവശ്യമില്ലെന്നാണ് ഔദ്യോഗിക തീരുമാനം. NDRFന്റെയും മറ്റ് ഔദ്യോഗിക ഏജൻസികളുടെയും നേതൃത്വത്തിൽ ദൗത്യം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കും.